ഹായ് ഹലോ എവറി വൺ, ഗുഡ് മോർണിംഗ് ആൻഡ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ചെഫ് ആൻഡ് ഷോ വ്ലോഗ്സ്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ചെറിയ വീഡിയോ ആണ്. അതായത് എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ്, കുക്കിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുകൂടാതെ നമ്മുടെ ഓപ്പൺ കിച്ചണിൻ്റെ കാര്യം ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തപ്പം. അപ്പോൾ അതൊക്കെ കാണിക്കാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിലായി സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പം ലെറ്റ്സ് മൂവ് ഇൻടു ദ വീഡിയോ. അപ്പം പതിവ് പോലെ രാവിലെ എണീറ്റു. ഒരു നോർമൽ ഡേ ആയിരുന്നു കേട്ടോ. ലൈക്ക് ഞാൻ രാവിലത്തെ കാര്യങ്ങളൊന്നും അധികം കാണിക്കുന്നില്ല, കാരണം ഇതിന് മുമ്പ് വേറൊരു വീഡിയോയ്ക്കകത്ത് മോർണിംഗ് റുട്ടീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ലൈക്ക് ഇത് നമ്മുടെ എന്താ പറയുന്നത്, വീട്ടിൽ ലിവിങ് സ്പേസിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കലാട്ടിയ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പം എൻ്റെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ ഓർത്തു ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്താലോ എന്ന്. അപ്പോൾ നമ്മുടെ തന്നെ എന്താ പറയുന്നത്, കിച്ചൺ ഗാർഡനിൽ ചീര ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ മറ്റേ നാടൻ ചീരയാണേ. അപ്പോൾ ആ ചീര പറിച്ചിട്ട് നമുക്കൊരു കറി വെക്കാമെന്ന് ഓർത്തു. ഇത് ആക്ച്വലി ഞാൻ ഇന്നലെ പറിച്ച് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചു. അപ്പം എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടയേർഡാവുമല്ലോ. ഓൾറെഡി ഇപ്പം ഞാനിപ്പം എൻ്റെ പ്രഗ്നൻസിയുടെ 3rd ട്രൈമസ്റ്ററിലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വർക്കൊക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മളിന്ന് തേൻ നെല്ലിക്കയും കൂടി ഇടാമെന്ന് ഓർത്തു. എനിക്ക് തേൻ നെല്ലിക്ക ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ തേൻ നെല്ലിക്ക കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് തേൻ നെല്ലിക്ക. ഇത് ആക്ച്വലി നമ്മുടെ പഴയ കിച്ചണിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു മൺചട്ടിയാണ്. മൺചട്ടിക്ക് അതൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ലൈക്ക് പഴയ കാല ഫുഡൊക്കെ കഴിക്കുന്നൊരു ഫീൽ കിട്ടുകയും ചെയ്യും. നോർമൽ നോൺ സ്റ്റിക്ക് പാനിൽ അതൊക്കെ കുക്ക് ചെയ്യുന്നതിനെക്കാട്ടി നല്ലൊരു ടേസ്റ്റ് കാര്യമൊക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ മറ്റേ എറണാകുളത്തായിരുന്ന സമയത്ത് അവിടെ ഒരു പള്ളിപ്പെരുന്നാളിന് പോയപ്പം ചുമ്മാ കണ്ട് വാങ്ങിച്ചൊരു മൺചട്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്താണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് മൺചട്ടിക്കകത്തൊക്കെ കുക്ക് ചെയ്യുമോ? ഞാൻ ആക്ച്വലി നേരത്തെ ഇഷ്ടംപോലെ കുക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ കൂടുതലും ഇവിടെ യൂസ് ചെയ്യുന്ന നോൺ സ്റ്റിക്ക്, അതാകുമ്പോൾ കുറച്ച് ഈസിയാണ്. അപ്പോൾ എനിവേ നമ്മുടെ പഴയ പാത്രമൊക്കെ പൊടി തട്ടി എടുത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് തോരൻ വെക്കാമെന്ന് ഓർത്തിട്ടാണേ. അപ്പം ചീരത്തോരൻ വെക്കാനായിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ മൺചട്ടിക്കകത്ത് കുക്ക് ചെയ്യുമ്പോൾ വേറൊരു ബെനിഫിറ്റ് ഉണ്ട്. അതായത് നമുക്ക് കുറച്ച് ഇത് മതി, അതായത് ഫ്ലെയിം കുറച്ച് മതി. പിന്നെ ഈ പറഞ്ഞ പോലെ ചട്ടി ഒന്ന് ചൂടായി സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചായിരുന്നു. ഇത് ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ഇങ്ങനെ എല്ലാം ഓർഗനൈസ് ചെയ്തിരിക്കും, നമുക്ക് എളുപ്പമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു സ്റ്റൗ വെച്ചിരിക്കുന്നതിൻ്റെ താഴെയായിട്ട് തന്നെ ഈ റാക്ക് വന്നിരിക്കുന്നത് കൊണ്ട് ഭയങ്കര ഈസിയാണ് കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് സ്പൈസസും മസാലയൊക്കെ എടുത്തിടാനായിട്ട്. അപ്പോൾ എണ്ണ ഒഴിച്ചു, നന്നായിട്ട് ചട്ടി ചൂടായി. പിന്നെ ഇതിനത് എന്താ പറയുക, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കുക്ക് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത് അത്യാവശ്യം സ്മോക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ചിമ്മിനി കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്മെല്ല് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് ഗ്യാസ്ട്രിക് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ മറ്റേ വെളുത്തുള്ളിയില്ലേ, അതുകൂടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഓൾമോസ്റ്റ് കറിക്കകത്ത് ഇപ്പോൾ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഏകദേശം മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും, അധികം മൂക്കണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചീര കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് കാണുമ്പം കുറേ ഉള്ളതുപോലെ തോന്നിക്കും, പക്ഷേ ഇതൊന്ന് ജസ്റ്റ് ആവി കയറി വന്ന് കഴിയുമ്പം ഭയങ്കര കുറവ് ക്വാണ്ടിറ്റി കാണത്തുള്ളൂ. അപ്പം നമ്മളത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് വെച്ചിട്ട് ഒന്നൊരു പാത്രം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിലെ വെള്ളമെല്ലാം ഇങ്ങനെ ഊർന്ന് ചട്ടിയിൽ വറ്റി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ നോൺ സ്റ്റിക്കിനകത്തൊക്കെ വെക്കുന്ന പോലെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അല്ലാതെ ഇങ്ങനെ ഭയങ്കര വെള്ളമയം അങ്ങനെയൊന്നും ആകത്തില്ല. ശരിക്കും ഈ മൺചട്ടിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വെള്ളവും പിന്നെ അത് കൂടാതെ എക്സ്ട്രാ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് വലിഞ്ഞു പോകാനായിട്ട് ഹെൽപ്ഫുള്ളാണ്, ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. പിന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഏകദേശം ഈ ഒരു
ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ചിലർ ഈ പറഞ്ഞ പോലെ തന്നെ തേങ്ങ ആഡ് ചെയ്യാതെ ഇതിനകത്തോട്ട് വേണമെങ്കിൽ നമുക്ക് ചെറുപയറൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാവേ. ഞാനിവിടെ ഇന്ന് കോക്കനട്ട് ആഡ് ചെയ്തിട്ടാണ് ഇടുന്നത്. കോക്കനട്ടൊക്കെ ആയാലും ഞാൻ ഒരു 1 വീക്കിലേക്കുള്ളത് ഗ്രേറ്റ് ചെയ്തിങ്ങനെ വെക്കാറുണ്ട്, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും. അതും ഇതേപോലെ തന്നെ നമുക്ക് വർക്ക് ഈസി ആക്കാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ഭയങ്കര ടയേർഡായി പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വേറെ കാര്യങ്ങളൊന്നും നടക്കത്തുമില്ല ഫുൾ ടൈം കുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. പ്രത്യേകിച്ച് വർക്കിംഗ് കാറ്റഗറിയിലൊക്കെ ഉള്ളവർക്ക് കുറച്ചുകൂടി ഈസിയാണ് നമ്മുടെ ടൈം മാനേജ് ചെയ്യാനും. അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ തന്നെ വർക്ക് ഈസി ആക്കാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അധികം നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആവി കയറി ജസ്റ്റ് ഒന്ന് വറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ സെയിം ടൈം നമ്മൾ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് സെറ്റാക്കുന്നുണ്ട്. അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വളരെ കുറവ് ക്വാണ്ടിറ്റിയാണ് ഓയിൽ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, പേരിന് വേണ്ടിയിട്ട് മാത്രം എണ്ണ ഒഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതും ഇതേപോലെ തന്നെ ഒരു 3-4 ദിവസത്തേക്കുള്ള മീൻ ഇങ്ങനെ മസാല തേച്ച് വെക്കുവാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. നമുക്കെടുത്ത് ഫ്രൈ ചെയ്താൽ മാത്രം മതി. പിന്നെ ഇന്ന് നമുക്ക് ആക്ച്വലി ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചേറെ ഡിഷസ് എടുക്കുന്നുണ്ട്. 1-2 കറികൾ നമുക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ നമ്മുടെ മാങ്ങാച്ചാറാണ്. നമ്മൾ സെക്കൻഡ് ബാച്ച് ട്രൈ ചെയ്താണ്. ഇതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ മാങ്ങയും ക്യാരറ്റും കൂടി ഇട്ടിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഇത് ഉണ്ടെങ്കിൽ ഇത് തന്നെ കൂട്ടിയിട്ട് വേണമെങ്കിലും ചോറ് കഴിക്കാം. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു ബൗളിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഫുൾ അതിൽ നിന്ന് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ലഞ്ചിന് എന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. നല്ല ചൂട് ചോറ്, മീൻ വറുത്തത്, പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ മാങ്ങാച്ചാറാണ്. മാങ്ങാച്ചാറ്, പിന്നെ ഇത് നമ്മുടെ ബീൻസ് നാടൻ ബീൻസാണ്. നാടൻ ബീൻസ് വെച്ചിട്ട് ഒരു മെഴുക്കുവരട്ടി പോലെ വെച്ചത്. പിന്നെ നമ്മുടെ ചീരത്തോരൻ, പിന്നെ ഇത് ചീരയും പരിപ്പൂടി ഇട്ടിട്ടുള്ള കറി. ഇത് നമ്മുടെ ഒരു കൂട്ടുകറി പോലെ ഉള്ളതാണ്. വാഴയ്ക്കയും വൻപയറും കൂടെ ഉള്ളൊരു കറിയാണ്. ഇതെല്ലാം നല്ല അടിപൊളി, നല്ല ടേസ്റ്റാണ്. കുറേ കറികളുണ്ടായിരുന്നു ഇന്ന്. അപ്പം അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കുറേ പരിപാടി ഇതിനിടയ്ക്കുണ്ട്. അതൊക്കെ ഞാൻ കാണിക്കുന്നില്ല. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പം ഇങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ നമുക്ക് തേൻനെല്ലിക്ക സെറ്റാക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് അടുത്തത് ചെയ്യാൻ പോകുന്നത്. തേൻനെല്ലിക്ക സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ നെല്ലിക്കയാണ്. ഇത് ആക്ച്വലി നാടൻ നെല്ലിക്ക ഒന്നുമല്ല, നോർമൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന നോർമൽ വരവ് നെല്ലിക്കയാണ്. അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് അതിലെ വെള്ളം നന്നായിട്ടൊരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടോ തുടച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റീമറിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റ് നേരം സ്റ്റീം ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി സെയിം ടൈം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് ശർക്കരയാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന മറയൂർ ശർക്കരയാണ്. ചില ആളുകൾ പനം ശർക്കര അതൊക്കെ ഉപയോഗിക്കുന്നതാണ്. മറയൂർ ശർക്കരയ്ക്കാകുമ്പോൾ ഇച്ചിരി നല്ല നിറമുണ്ട്, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിനകത്തോട്ടാക്കിയിട്ട് സ്റ്റൗവിലോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെല്ലിക്ക റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, ആവി ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അയ്യോന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് കുത്തി നോക്കും. അപ്പം കുത്തു കൊള്ളുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത മെയിൻ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെല്ലിക്കയിൽ ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ നന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. അതങ്ങനെ ഇടുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ശർക്കരപ്പാനി നന്നായിട്ട് ഇതിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് മാക്സിമം ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക, അത്ര ടേസ്റ്റ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ശർക്കരപ്പാനി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ 1-2 കറുവപ്പട്ടയുടെ കഷ്ണവും ഏലക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും ആക്ച്വലി നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ ആ നെല്ലിക്കയും ആ ശർക്കരപ്പാനിക്കകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് തേനാണ്. നല്ല നാടൻ തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ തേൻ നെല്ലിക്ക എന്ന് പറയുമ്പോൾ ഫുൾ ശർക്കരയ്ക്ക് അത് മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ, ശർക്കരയും തേനൂടെയാണ് ഇടുന്നത്. ചിലയിടത്തൊക്കെ ആൾക്കാർ ഫുൾ ശർക്കരപ്പാനി തന്നെ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അവർ ഓരോരോ രീതിയിലാണ് ട്രൈ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഓപ്പൺ കിച്ചൻ്റെ വ്യൂ ആണ്. ഇത് കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് ചോദിച്ചുകൊണ്ടാണ് ഞാനത് വീണ്ടും ഒന്നുകൂടെ കാണിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചൻ്റെ ഏരിയ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്കകത്തോ ആഡ് ചെയ്തേക്കാം.
പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു. അതായത് നമ്മുടെ ഫാമിലി ലിവിങ് ഫസ്റ്റ് കയറി വരുമ്പം ഫോർമൽ ലിവിങ്, അത് കഴിഞ്ഞ് ഫാമിലി ലിവിങ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. അവിടെയാണ് നമ്മൾ നമ്മുടെ ഡൈനിങ് ടേബിൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോട് നിയർ ബൈ ആയിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചൻ്റെ ഏരിയയിൽ നമ്മൾ മാറ്റ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും ഗ്ലോസി ടൈലാണ് താഴത്തെ ഫ്ലോറിൽ നമ്മൾ ഇട്ടിരിക്കുന്നത്. ഓപ്പൺ കിച്ചണിലും നമ്മുടെ വർക്കിംഗ് കിച്ചണിലും പറഞ്ഞ പോലെ തന്നെ മാറ്റ് ടൈലാണ്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു വൈറ്റ് തീമിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സൈഡിലായിട്ട് ഇതേപോലെ തന്നെ ഒരു ഗ്ലാസ് ഡോർ ഉള്ള ഒരു കബോർഡ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഗ്ലാസസ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജ്, ഓവൻ ഇതെല്ലാം ഓൾറെഡി അകത്തോട്ട്, അതായത് ഒരു കൺസീൽഡ് ടൈപ്പ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം പുതിയതായിട്ട് വീട് പണിയാനോ കിച്ചണൊക്കെ റെനോവേറ്റ് ചെയ്യാനോ പ്ലാൻ ഉള്ളവരുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ കിച്ചൺ, ഓവനൊക്കെ ഇങ്ങനെ ഓൾറെഡി കൺസീൽഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യാതെയും പിന്നെ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ട്രാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മളിങ്ങനെ ടീ, കോഫി, ഷുഗർ, സോൾട്ട് ഇതിൻ്റെയൊക്കെ ബോട്ടിൽസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം സെറാമിക് ബോട്ടിലാണ്. അതെല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു 2 ബർണർ സ്റ്റൗ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആക്ച്വലി നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ കിച്ചൺ നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ഷോ കിച്ചൺ അല്ലെങ്കിൽ ഒരു വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ കിച്ചൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ശരിക്കും ഓപ്പൺ കിച്ചണിനെക്കാട്ടി ഭയങ്കര യൂസ്ഫുള്ളാണ് നമ്മുടെ വർക്കിംഗ് കിച്ചൺ. അതൊരു യു ഷേപ്ഡ് കിച്ചണാണ്. അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെയാണ് കൂടുതലും കുക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആവശ്യമില്ല എന്നല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ ചൂടാക്കി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഓവനിൽ വെച്ച് ചൂടാക്കി ഡൈനിങ് ടേബിളിലോട്ട് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ടൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഫാമിലി ഫങ്ഷൻസൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഫുഡൊക്കെ ചൂടാക്കാനായിട്ട് ഈ സ്റ്റൗ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് അത്രയും നല്ലൊരു കിച്ചൺ അവിടെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ നമ്മൾ അധികം യൂസ് ചെയ്യാത്തത്. പിന്നെ നമ്മുടെ ഓപ്പൺ കിച്ചണിൽ 2 ചെയർ കൂടെ വരാനുണ്ട്. അത് നമ്മൾ ആക്ച്വലി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു കിട്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്നായിരുന്നു ഓർത്തത്. അപ്പോൾ എനിക്കിങ്ങനെ മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ ഫുള്ള് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ചെയറാണെങ്കിലും തേക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഓപ്പൺ കിച്ചൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഓപ്പൺ കിച്ചൻ്റെ വിശേഷങ്ങൾ.